കാരണം എനിക്ക് ദ്രൗപദിയോട് ഒരുപാട് കടപ്പാടുണ്ട്. ആ കടം ഇതുവരെ വീട്ടിയിട്ടില്ല. ദ്രൗപദി ആ സഭയുടെ നടുവിൽ ഗോവിന്ദ എന്ന് പറഞ്ഞ് വേദന കൊണ്ട് പടഞ്ഞപ്പോ ആ പ്രാർത്ഥനയുടെ മുമ്പിൽ ആ പ്രാർത്ഥനയ്ക്ക് പകരമായിട്ട് എനിക്ക് ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഹരേ കൃഷ്ണ. നമ്മൾ വിചാരിക്കുന്നു നമ്മൾ ജപിക്കുന്ന നാമം ഭഗവാൻ കേൾക്കുന്നില്ല എന്ന്. പക്ഷെ ഇവിടെ ഭഗവാൻ പറയുന്നു, ആ പതിവ്രതയായിട്ടുള്ള നാരീരത്നം, ഭഗവാൻ ഇത് തന്നെയാണ് പറയുന്നത്. പതിവ്രതയായിട്ടുള്ള ആ നാരീരത്നം നിസ്സഹായ അവസ്ഥയിൽ ഓ ഗോവിന്ദ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ ചുറ്റുമുള്ള കൗരവർ എല്ലാവരും അപമാനിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, നിസ്സഹായ അവസ്ഥയിൽ വേദന കൊണ്ട് നീറിക്കൊണ്ട് ഗോവിന്ദ എന്ന് വിളിച്ചപ്പോ അതിന് പകരമായിട്ട് ദ്രൗപദിക്ക് ഒന്നും കൊടുക്കാൻ എനിക്ക് ഇതുവരെ കഴിഞ്ഞില്ല. ധൃതരാഷ്ട്രർ വിചാരിക്കുന്നു എനിക്ക് യുദ്ധം ഒഴിവാക്കാൻ കഴിയുന്നില്ല. ദുര്യോധനോ അഹങ്കാരത്തോടുകൂടി വിചാരിക്കുന്നു ഞാൻ ഒരിക്കലും യുദ്ധത്തിന് വേണ്ട എന്ന് പറയത്തില്ല, യുദ്ധം ഒഴിവാക്കാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കത്തില്ല എന്ന്. പക്ഷെ ഇതിനാദ്യം ഭഗവാൻ കൃഷ്ണനാണ് സമ്മതിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ സ്വയം ആഗ്രഹിക്കുന്നില്ല അവിടെ ശാന്തി വേണം. കാരണം ഭഗവാൻ ഒരുപാട് കടം തീർക്കാനുണ്ട്, ഭഗവാന്റെ ഒരുപാട് കണക്ക് കൂട്ടലുകളുണ്ട്. അതെല്ലാം തീർക്കാൻ വേണ്ടിയുള്ള ഒരു കളമായിട്ടാണ് ഭഗവാൻ കുരുക്ഷേത്ര ഭൂമിയെ കാണുന്നത്. ഭഗവാൻ അനുവദിക്കാതെ ധൃതരാഷ്ട്രർക്ക് കീഴടങ്ങാൻ കഴിയില്ല, ദുര്യോധനന് കീഴടങ്ങാൻ കഴിയില്ല. ഭഗവാൻ ഇവിടെ യുദ്ധത്തിന്റെ യഥാർത്ഥ കാരണം ഇവിടെ വ്യക്തമാക്കിയിരുന്നു.